ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രോസൺ ഗ്രീൻ പീസ് മസാല കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് 4-5 കഷ്ണം ഇഞ്ചിയാണ്. 8-10 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 കറി ലീവ്സ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടൊമാറ്റോ ആണ്. ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് 3 മിനിറ്റോളം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള കളർ ചേഞ്ചായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു സെയിം പാനിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ കറുകപ്പട്ട, ഗ്രാമ്പു, അങ്ങനെയുള്ള ആ ഒരു സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കറി ലീവ്സ് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ജിഞ്ചർ ഗാർലിക് നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഒരു സവാള ടൊമാറ്റോ പ്യൂരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൊമാറ്റോയും സവാളയും എല്ലാം നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഒരു വെള്ളം നല്ലതുപോലെ പോയി കിട്ടണം. എണ്ണ തെളിഞ്ഞ് കിട്ടുന്നത് വരെ തന്നെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ ചെയ്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു കറിക്ക് അതുപോലെയുള്ളൊരു രുചി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അടച്ചു വെച്ച്. ആ ഒരു വെള്ളം നല്ലതുപോലെ തന്നെ വറ്റി വരണം. അപ്പോൾ കുറച്ചുകൂടി വറ്റി വരാനുണ്ട്. വീണ്ടും ഇളക്കി കൊടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം ചെയ്യാൻ. ആ ഒരു ടൈം കൊണ്ട് ആ ഒരു സെയിം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. മസാല എത്രത്തോളം നമ്മൾ വഴറ്റുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി എരിവിനനുസരിച്ച്, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഗരം മസാല പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ. രണ്ടാമത് ഇട്ടത് മല്ലിപ്പൊടിയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ലോ ആക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മസാല കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ഗ്രീൻ പീസിലെ വെള്ളം എല്ലാം പോയി നല്ലൊന്ന് കുക്കായി വരാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ആ ഒരു ഫ്രോസൺ ഗ്രീൻ പീസ് കുക്കായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച ആ ഒരു കാഷ്നട്ട് പേസ്റ്റ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കാഷ്നട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചതാണെങ്കിലും മതി. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കാഷ്നട്ട് പേസ്റ്റിനായിരിക്കും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഈ ഒരു ടൈമിലാണ് ഉപ്പിടുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റോളം വീണ്ടും ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ക്രീമി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു കറി. ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് കസൂറി മേത്തി ലീവ്സും മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സ്ലൈസ് 2 കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.